മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ആറ്റൂരിലും വാഴക്കോടും നിരന്തരം കാട്ടാന ഇറങ്ങുകയും ആറ്റൂരിൽ ബൈക്ക് യാത്രക്കാരന് നേരെ കാട്ടാന പാഞ്ഞെടുത്ത സംഭവത്തിൽ ജനരോഷം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അടിയന്തര യോഗം ചേർന്നത്. കാട്ടാന ശല്യം പ്രതിരോധിക്കുന്നതിന് കൈക്കൊണ്ട നടപടികൾ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാലും കാട്ടാനയെ പ്രതിരോധിക്കുവാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജും യോഗത്തിൽ വിവരിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ യാത്രക്കാർക്ക് വന്യമൃഗശല്യം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതിന് ബോർഡ് സ്ഥാപിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മേഖലയിലേക്ക് അതിവേഗം എത്തിപ്പെടാൻ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പ്രവർത്തനം അകമലയിലേക്ക് 3 ദിവസത്തിനകം മാറ്റണമെന്നും ഇനി മുതൽ എല്ലാ ദിവസവും സംസ്ഥാന പാതയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുവാനും വനമേഖലയോട് ചേർന്ന് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുവാനും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ PRT രൂപീകരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനമായതായി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ പറഞ്ഞു. എല്ലാ ദിവസവും നൈറ്റ് പെട്രോൾ നടന്നതായിരുന്നു. അത് പെട്രോൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫെൻസിങ് നമ്മൾ പലതും പ്രപ്പോസൽ പോയിട്ടുണ്ട്. അതൊന്നും വെച്ച് കഴിഞ്ഞാൽ പട്ടാണിക്കാട് ഭാഗം ഫെൻസിങ് ഉണ്ട്. ഏറ്റവും പട്ടാണിക്കാട് മുതൽ ഈ മണ്ണാത്തിപ്പാറ വരെ അറ്റം വരെ നമ്മൾ ഫെൻസിങ്ങിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്. അത് പട്ടാണിക്കാട് മുതൽ വാഴക്കോട് വരെ 1.9 കിലോമീറ്റർ, വാഴക്കോട് മുതൽ കോക്കിരിക്കുണ്ട് വരെ 2 കിലോമീറ്റർ, പിന്നെ അതിനടുത്തുനിന്ന് തായങ്ങാട് നായാടി ഉന്നതി മുതൽ എടപ്പാറ് ഉന്നതി വരെ 3 കിലോമീറ്റർ, പിന്നെ എടപ്പാറ് ഉന്നതി മുതൽ ചിറകോണം വരെ 5.3 കിലോമീറ്റർ, ചിറകോണം മുതൽ മണ്ണാത്തിപ്പാറ വരെ 7.5 കിലോമീറ്റർ സോളാർ ഫെൻസിങ്ങിൻ്റെ പ്രപ്പോസൽ പോയിട്ട് അതിൽ നിലവിൽ എടപ്പാറ ഉന്നതി മുതൽ നായാടി ഉന്നതി വരെ ഉള്ള ഫെൻസിങ് 2 കിലോമീറ്റർ കഴിഞ്ഞു. നിലവിൽ മേഖലയിൽ 17 കാട്ടാനകളാണ് കുതിരാൻ വഴി പേച്ചി മച്ചാട് വനമേഖലയിലേക്ക് കടന്നിട്ടുള്ളതെന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ് പറഞ്ഞു. 2 ഫോറസ്റ്റ് സ്റ്റേഷനിലെയും വാഹനങ്ങൾ രാത്രി 8 മണി മുതൽ പുലർച്ചെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റോഡ് സെക്ടറിൽ പട്രോളിംഗ് നടത്താനാണ് പ്രാഥമികമായി നമ്മളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ആനയുടെ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും കഴിയുമെന്നാണ് നമുക്ക് കരുതുന്നത്. ഈ അതിർത്തിയിൽ ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വാഴാനി മേഖലയിൽ നല്ല ബീച്ച് മേഖലയിൽ നിന്ന് വരുന്ന ആനകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സോളാർ ഫെൻസിങ് ഒരു അന്തിമ പരിഹാരമല്ല, ഒട്ടുശാന്തി പ്രയോഗങ്ങളാണ്. തൽക്കാലത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ പോകുന്നത് വരെ ആ ഉദ്യോഗസ്ഥന് മറപിടിക്കാനും ഒരു ഭരണസമിതി നിൽക്കുമ്പോൾ ആ ഭരണസമിതിക്ക് തൽക്കാലം രക്ഷിക്കാനുള്ളൊരു മാർഗം. പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കണ്ടില്ലാന്നടിക്കാൻ പറ്റില്ല. കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിന് താൽക്കാലിക സംവിധാനങ്ങൾ എന്നതിനപ്പുറം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ട്രെഞ്ച് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് പ്രതിരോധിക്കുന്നതിനും കാട്ടാനകളെ പടിപടിയായി കുതിരാൻ വഴി തന്നെ മറ്റു മേഖലയിലേക്ക് തുരത്തുന്ന കാര്യവും പരിഗണനയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാഴക്കോട് ആറ്റൂർ മേഖലയിൽ നിലവിൽ 2 മോഴകളും 1 കൊമ്പനും ഉൾപ്പെടെ 3 ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് വ്യക്തമാക്കി. ഇന്നലെ പറയുന്നുണ്ട് അവിടെ പടക്കം പൊട്ടിക്കുന്നതിന് ഫോറസ്റ്റുകാർ എതിര് നിന്നു. പടക്കം പൊട്ടിക്കുന്നതിന് ഫോറസ്റ്റുകാർ എതിര് നിന്നതല്ല, നമ്മൾ ആന നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ആനയുടെ പുറകുവശത്ത് നിന്ന് കാട് വശത്തേക്കാണ് ആനയെ പടക്കം പൊട്ടിച്ചത്. നമ്മൾ പടക്കവുമായി ചെല്ലുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഭാഗത്ത് പടക്കം പൊട്ടിച്ചാൽ ആന നിൽക്കുന്നതിന് എതിർവശത്താണ് ഒരു പടക്കം പൊട്ടിക്കുക, ആന നേരെ വരുന്നത് നമ്മുടെ മേഖലയിലേക്ക്. അതുപോലെ തീയിടുന്ന കാര്യത്തെക്കുറിച്ച്, ഈ തീയിടുന്നതെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഏതൊരു മെമ്പറായിരുന്നാലും 14 വാർഡിലെ ഒരു വാർഡ് എന്ന വാർഡ് എന്ന് നോക്കാതെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് മെമ്പർമാർ ആര് വിളിച്ചാലും രാഷ്ട്രീയമോ ആരാണ് വിളിക്കുക നോക്കാതെ കൃത്യമായിട്ട് അവിടെ എത്തുകയും നമ്മളാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വന്യമൃഗശല്യം തടയുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വാഗ്ദാനം ചെയ്തു. ആളുകൾ പറയും എൻ്റെ വീട്ടിലേക്ക് വരിക, എൻ്റെ പ്രദേശത്തേക്ക് വേണ്ടെന്ന് വെച്ച് കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കും. പ്രത്യേകിച്ച് നേന്ത്രവാഴയ്ക്ക് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കേണ്ടത് വെച്ചാൽ എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും കൺട്രോൾ നിൽക്കില്ല. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഓരോരുത്തരായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം നമ്മൾ PRTമാരെ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ മുഖേന കാര്യങ്ങൾ ചെയ്യുക. അതുവരെ താൽക്കാലികമായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകും. അതിനുള്ളൊരു ബോധവൽക്കരണം നമ്മളെല്ലാവരും അതാത് പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നമുക്കിതിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ചെറുതുരുത്തി പോലീസ് SHO വിനു V, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SI DS ആനന്ദ്,
മായന്നൂർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയകുമാർ MV, ജനപ്രതിനിധികളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, KA മുഹിയുദ്ദീൻ, KB ജയദാസ്, സന്തോഷ് VV, ഷിജി നാരായണൻ, ലിയോ അജിൽ ജോസ്, പ്രതിഭ മനോജ്, സാദിയ അമീർ, ശശികല സുബ്രഹ്മണ്യൻ, ഗനശ്രീ PG, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.